ഹലോ എവ്രി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമാജിൻ ബൈ ജോൺ ലെനൻ. ഇതൊരു സോങ് ആണ്. നമുക്ക് ആദ്യമായിട്ട് തന്നെ ഇത് എഴുതിയ സോങ് റൈറ്ററിനെ പറ്റി ഒന്ന് നോക്കാം. About the writer John Lennon, he was a co-leader of the revolutionary British rock group the Beatles. ഇംഗ്ലീഷ് റോക്ക് ബാൻഡായ ബിയാറ്റിൽസിന്റെ കോ ലീഡർ ആയിരുന്നു ജോൺ ലെനൻ. അദ്ദേഹം ഒരു ഓത്തറും ഗ്രാഫിക് ആർട്ടിസ്റ്റും സോളോ റെക്കോർഡിംഗ് ആർട്ടിസ്റ്റുമായിരുന്നു. ലെനൻസ് മോസ്റ്റ് എൻഡുവറിംഗ് പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് വാസ് ടു ഫെമിനിസം. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രീയ താല്പര്യം എന്നുള്ളത് ഫെമിനിസം ആയിരുന്നു. In 1918, Lennon was murdered by a fan turned stalker. ആദ്യം അദ്ദേഹത്തിന്റെ ഫാൻ ആയിരുന്ന ഒരു വ്യക്തി 1980 അദ്ദേഹത്തെ കൊല ചെയ്യുകയാണ് ഉണ്ടായത്. ആദ്യം അദ്ദേഹത്തിന്റെ ഫാൻ ആയിരുന്നെങ്കിൽ കൂടെ പിന്നീട് അദ്ദേഹം ഒരു സ്റ്റോക്കറായി മാറി. സ്റ്റോക്കർ എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ ഇല്ലീഗലായിട്ട് ഫോളോ ചെയ്യുക, മാത്രമല്ല ഒരു വ്യക്തിയിൽ ഒബ്സസ്ഡ് ആയിട്ട് പുറകെ നടക്കുക എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ നടന്നൊരു വ്യക്തിയാണ് 1980 ലെനനെ കൊല ചെയ്തത്. നമുക്ക് സോങ്ങിലേക്ക് പോകാം. ആദ്യം നമുക്ക് സോങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കാം. The song was first inspired by Ono's poetry in her 1964 book Grapefruit. ഒനോ എന്ന് പറയുന്നത് ജോൺ ലെനന്റെ വൈഫാണ്. അവരെഴുതിയ ഒരു പോയട്രി ഒരു ബുക്കാണ് ഗ്രേപ്പ് ഫ്രൂട്ട്. അതിൽ നിന്ന് ഇൻസ്പിറേഷൻ കൈക്കൊണ്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് ഇമാജിൻ എന്ന് പറയുന്ന സോങ് എഴുതാൻ തീരുമാനിക്കുന്നത്. രണ്ടാമതായിട്ട് അദ്ദേഹം ജീവിച്ചിരുന്ന ആ സമയം എന്ന് പറയുന്നത് വിയറ്റ്നാം വാറിന്റെ സമയമായിരുന്നു. പൊതുവെ എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ വാർ എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. തമ്മിൽ വഴക്കടിച്ചും കൊല ചെയ്തും കൊണ്ട് വളരെ മൃഗീയമായ രീതിയിൽ മറ്റുള്ളവരുടെ ജീവൻ നശിപ്പിക്കാൻ വാർ ഇടയാക്കി തീർക്കും. അപ്പം അതൊക്കെ കണ്ട് അദ്ദേഹം മനസ്സ് മടുത്തുകൊണ്ടുമാണ് ഈ ഒരു സോങ് എഴുതുന്നത്. The first line of this love song to humanity, Imagine there is no heaven, was a provocative statement at that time, a direct challenge to organized religion from a man who had previously joked that the Beatles were more popular than Jesus. ഈ ഒരു സോങ് ഒരു ലവ് സോങ് ആണ്. ലവ് സോങ് ടു ഹ്യൂമാനിറ്റി, അതായത് മനുഷ്യ ജനതയ്ക്കുള്ള ഒരു ലവ് സോങ് ആയിട്ടാണ് പറയപ്പെടുന്നത്. അതിന്റെ ഫസ്റ്റ് ലൈനിൽ പറയുന്നത് ഇമാജിൻ ദർ ഇസ് നോ ഹെവൻ, ചിന്തിക്കൂ എന്താണ് ഒരു സ്വർഗവും ഇല്ലെന്ന്. ആ സമയത്ത് ഇതൊരു പ്രൊവോക്കേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എല്ലാവർക്കും തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, റിലീജിയൻ ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ഉള്ള കാരണം. കാര്യം റിലീജിയനിലാണല്ലോ ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ വിശ്വസിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുക വെച്ചാൽ റിലീജിയനകത്ത് പറയുന്ന ഈ കാര്യങ്ങളെയൊക്കെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ആ ഫസ്റ്റ് ലൈൻ കമ്പോസ് ചെയ്തത്. മാത്രമല്ല അദ്ദേഹം ഇതിനു മുന്നേ തന്നെ പറയാറുണ്ടായിരുന്നു തന്റെ ഗ്രൂപ്പായ ബിയാറ്റിൽസ് യേശുവിനെക്കാട്ടിലും പോപ്പുലർ ആണ്. ഈ സോങ് റിലീസ് ചെയ്തത് 1971 നമുക്ക് സോങ്ങിലേക്ക് പോകാം. ലിറിക്സിലേക്ക് നമുക്ക് പോകാം. Imagine there is no heaven. It's easy if you try. No hell below us. Above us only sky. Imagine all the people living for today. അതായത് അദ്ദേഹം പറയുവാണ്, ചിന്തിക്കൂ ഒരു സ്വർഗവും ഇല്ലാന്ന്. It's easy if you try. നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ ശ്രമിക്കുവാണെങ്കിൽ അത് വളരെ ഈസിയാണ്, വളരെ എളുപ്പമാണ്. No hell below us, നമ്മുടെ താഴെ നരകവുമില്ല. Above us, നമ്മുടെ മുകളിൽ എന്താണുള്ളത്? Only sky, ആകാശം മാത്രം. Imagine all the people living for today. ഇപ്പൊ അദ്ദേഹം പറയാണ്, നിങ്ങൾ ചിന്തിക്കുക എല്ലാ ആളുകളും ഇന്നെന്ന ദിവസത്തേക്ക് വേണ്ടി ജീവിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കുക. അടുത്തേ പറയാണ് ഇമാജിൻ ദർ ഇസ് നോ കൺട്രീസ്. വീണ്ടും പറയാണ് ചിന്തിക്കൂ രാജ്യങ്ങളും ഒന്നുമില്ല, നിങ്ങൾ ചിന്തിക്കൂ. ഇറ്റ് isn't hard to do. അത് അത്ര കട്ടിയുള്ള കാര്യമൊന്നുമല്ല. ഇങ്ങനെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നത്തിങ് ടു കിൽ ഓർ ഡൈ ഫോർ ആൻഡ് നോ റിലീജിയൻ ടു. അദ്ദേഹം പറയുവാണ് അങ്ങനെയാണെങ്കിൽ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാനും മരിക്കാനും ഒന്നും കാരണമാവത്തില്ല, മാത്രമല്ല റിലീജനും ഉണ്ടാവത്തില്ല എന്ന് പറയാണ്. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഇമാജിൻ ഓൾ ദ പീപ്പിൾ ലിവിങ് ലൈഫ് ഇൻ പീസ്. You may say, I am a dreamer, but I am not the only one. I hope someday you will join us. അദ്ദേഹം പറയാണ് ഇമാജിൻ ഓൾ ദ പീപ്പിൾ ലിവിങ് ലൈഫ് ഇൻ പീസ്. ചിന്തിക്കുക എല്ലാ ആൾക്കാരും സമാധാനത്തിൽ ജീവിക്കുന്ന ഒരു ജീവിതം നമ്മൾ സ്വപ്നം കാണുക, ചിന്തിക്കുക. നിങ്ങൾ യു മേ സേ ഐ ആം എ ഡ്രീമർ. നിങ്ങൾ ഒരുപക്ഷെ പറയുമായിരിക്കും ഞാനൊരു സ്വപ്നക്കാരനാണെന്ന്. ബട്ട് ഐ ആം നോട്ട് ദി ഓൺലി വൺ. I hope someday you will join us. അദ്ദേഹം പറയുന്നത് ഞാൻ മാത്രമല്ല ഡ്രീമർ,
ഒരു ദിവസം എന്നെ പോലെ ചിന്തിക്കുന്ന ആൾക്കാരും എൻ്റെ കൂടെ ജോയിൻ ചെയ്യും. ആൻഡ് ദ വേൾഡ് വിൽ ബി ആസ് വൺ. അപ്പൊ അന്ന് എന്ത് സംഭവിക്കും? നമ്മുടെ ലോകം ഒന്നായി മാറും. ഇമാജിൻ നോ പൊസഷൻസ്. I wonder if you can. No need for greed or hunger. A brotherhood of man. ഇവിടെ പറയുന്നത് ചിന്തിക്കുക, ഒരു പദവികളുമില്ല. നോ പൊസിഷൻ എന്ന് പറയുമ്പോൾ പദവികളില്ലാത്തൊരു ലോകം. ഐ വണ്ടർ ഇഫ് യു ക്യാൻ. നിങ്ങൾക്കത് പറ്റുമോ എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. നോ നീഡ് ഫോർ ഗ്രീഡ് ഓർ ഹങ്കർ. അതായത് അദ്ദേഹം സ്വപ്നം കാണുന്ന ലോകം എന്ന് വെച്ചാൽ എല്ലാവരും ഒന്നായിട്ടിരിക്കുന്ന, പദവികളൊന്നുമില്ലാത്ത, മാത്രമല്ല ആർത്തിയും വിശപ്പും ഒന്നുമില്ലാത്ത, മാത്രമല്ല എ ബ്രദർഹുഡ് ഓഫ് മാൻ, എല്ലാവരും സഹോദര തുല്യരായിട്ട് ജീവിക്കുന്ന ഒരു വേൾഡിനെയാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്. നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം. നോ നീഡ് ഫോർ ഗ്രീഡ് ഓർ ഹങ്കർ, എ ബ്രദർഹുഡ് ഓഫ് മാൻ. ഞാൻ ഓൾറെഡി അത് കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു കഴിഞ്ഞു. ഇമാജിൻ ഓൾ ദ പീപ്പിൾ ഷെയറിങ് ഓൾ ദ വേൾഡ്. പറയാണ്, ചിന്തിക്കൂ, എല്ലാ ആളുകളും ഈ ഒരു ലോകത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പങ്കിടുന്ന ഒരു ലോകം. യു മേ സേ ഐ ആം എ ഡ്രീമർ. നിങ്ങൾ പറയുമായിരിക്കും ഞാനൊരു സ്വപ്നക്കാരനാണെന്ന്. ബട്ട് ഐ ആം നോട്ട് ദി ഓൺലി വൺ. ഐ ഹോപ്പ് സംഡേ യു വിൽ ജോയിൻ us ആൻഡ് ദ വേൾഡ് വിൽ ലീവ് ആസ് വൺ. അപ്പൊ അദ്ദേഹം പറയുവാണ്, ഞാൻ മാത്രമല്ല ഇങ്ങനെ ചിന്തിക്കുന്നത്. എനിക്ക് തോന്നുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ പ്രത്യാശ വെക്കുന്നു, ഒരു ദിവസം നിങ്ങളും എൻ്റെ കൂടെ ജോയിൻ ചെയ്യും. അന്ന് നമ്മുടെ ഈ ലോകം ഒന്നായിട്ട് എല്ലാവരും ഒരുമിച്ച് ജീവിക്കും. അപ്പം ഇത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു സോങ് ആണ്. ഇതിന്റെ അർത്ഥം വിയറ്റ്നാം വാറിന്റെ സമയത്തുണ്ടായ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ മർഡറും അങ്ങനത്തെ വളരെ സങ്കടകരമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുകയാണ്, എല്ലാ വ്യക്തികളും ഒന്നിച്ചു തന്നെ വളരെ സന്തോഷത്തോടുകൂടി വളരെ സമാധാനത്തോടു കൂടി ജീവിക്കുക എന്നൊരു ആഹ്വാനമാണ് ഈ ഒരു സോങ്ങിലൂടെ അദ്ദേഹം ഹോൾ വേൾഡ് ജനതയ്ക്ക് നൽകുന്നത്. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സോങ് 20th സെഞ്ച്വറിയിലെ പോപ്പുലർ ആയിട്ടുള്ള ആദ്യത്തെ 100 സോങ്സിനകത്ത് ഉൾപ്പെട്ട വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് എവ്രി വൺ. താങ്ക് യു.